ഓഫ് ചെയ്യാൻ പറ. ചേച്ചി ഓഫ് ചെയ്യിച്ചു കേട്ടോ. ചേച്ചാ നമുക്ക് ഇത് ചെയ്യണ്ടേ ട്രെയിലർ. ചേച്ചി കുറച്ച് ബോളിങ് കുറച്ച് ചേച്ചി തുള്ളി കുറച്ചല്ല ഫുള്ളും കുറയ്ക്കണം. ഹായ് ഗൈസ്, വെൽക്കം ടു ജോഷ് സ്റ്റോറീസ്. അപ്പം ഇന്ന് നമ്മൾ വി ആർ ഗോയിങ് ടു റിയാക്ട് ടു ദ ടർബോ എന്താണ് മൂവി ട്രെയിലർ. അതെ, അപ്പം മലയാളം മൂവി ട്രെയിലർ. വേറൊരു ടർബോ ഉണ്ട്, മറ്റൊരു ഈ സ്നെയിൽ ഇത് ചെയ്യുന്നത്. We are going to react to the Turbo Malayalam movie trailer. Yeah. Hi guys, welcome to ജോഷ് സ്റ്റോറീസ്. Yeah. So ഇന്നെന്താ ശാമ നമ്മുടെ പരിപാടി? അപ്പം നമ്മൾ ഇന്ന് മലയാളം മൂവി ടർബോ ട്രെയിലർ റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. മമ്മൂട്ടിയുടെ ടർബോ. അതെ, അപ്പം നമുക്കെന്നാ അതിലേക്ക് കടക്കാം അല്ലേ? ഓക്കെ. സമയമെടുക്കും, ചെറിയൊരു ആഡ്. From bright mornings to cozy nights, you can create the perfect mood with Hunter Douglas shades. പിന്നെ നാട്ടുകാർ എന്നതാ വിളിക്കുന്നത്? എന്നാ ജോസാടാ? ഓ, ബിന്ദു പണിക്കരുണ്ട്. എന്റെ പൊന്നോ, ഇപ്പൊ കളിച്ച് ഫഹദിന്റെ കൂടെയുള്ള ഒരു സിനിമ. അവനാരെ മനസ്സിലായോ? ഇവൻ ഒരു ഭയങ്കര ഫേമസ് പടത്തിനകത്തുള്ള മറ്റേ, ഓ ഞാൻ പറഞ്ഞുതരാം അത് ഏതാണ്. എനിക്കൊന്നും തലയോട്ട് കയറാത്തോണ്ട് ചോദിക്കുക, നിങ്ങളെല്ലാവരും കൂടെ എന്നാ പൊന്നപ്പ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? സീസൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. ബന്ധുക്കൾക്ക് വിട്ടോളൊക്കെ പോയി. എനിക്കറിയത്തില്ല, മമ്മൂട്ടിക്ക് ബന്ധുപ്പടിച്ചില്ലാത്തൊരു പടവേ പറ്റത്തില്ല. എല്ലാ പടത്തിനകത്തും നല്ല പുള്ളി പ്രൊഡ്യൂസ് മിക്ക പടത്തിനകത്തും ഉണ്ട് പുള്ളി പേര്. നല്ലൊരു അഭിനയമല്ല. ഞാനിവിടെ വീഴുവാണെങ്കിൽ എൻ്റെ കൂടെ ഒരു 10-15 പേര് നിൽക്കാം. എങ്ങനെ തോന്നി ജോംസി? ഇഷ്ടപ്പെട്ടോ? എനിക്ക് സ്റ്റണ്ടൊക്കെ ഇഷ്ടപ്പെട്ടു. ഐ ഫീൽ ലൈക്ക് മറ്റേ ഇപ്പം ഇറങ്ങിയ സിനിമ എന്താ മമ്മൂട്ടിയുടെ ബിഗ് ബി പോലത്തെ ഒരു ഭീഷ്മ പർവ്വത്തിൻ്റെ ഒരു ഇതുണ്ട്. ലൈക്ക് കുറച്ച് ഫാമിലി തിങ്സും ഉണ്ട്, പ്ലസ് മാസും ഉണ്ട്. അതുപോലത്തെ ഒരു ഫീല് തോന്നി. അടിപൊളി സ്റ്റണ്ട്. കുറച്ച് നേരം കാണിച്ചുള്ള പോലെ നമ്മളിങ്ങനെ കൊടുത്ത് ഇരുത്തും പോലത്തെ ഒരു സ്റ്റണ്ട്. ഒരു ട്രെയിലറിൻ്റെ അത് ഞങ്ങൾ കണ്ട ഇങ്ങനെ എഴഞ്ഞിങ്ങനെ പോകുന്ന ഒരു സീൻ, അത് ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഈ മറ്റേ ഗണ്ണൊക്കെ എടുത്തിട്ടുള്ള സംഭവം ഇപ്പൊ VFX ആയിരിക്കുമല്ലോ അല്ലേ? ചിലപ്പോൾ ഒരു ഒത്തിരി പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ സ്കില്ലൊക്കെ ഉണ്ടാക്കി എടുക്കുന്നതായിരിക്കും. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. മിഥുൻ മാനുവലാണ് റൈറ്റ് ചെയ്തേക്കുന്നത്. ഡയറക്റ്റ് അത് തന്നെ ഡയറക്റ്റ് ചെയ്തേക്കുന്നത് വൈശാഖ് എന്ന് പറയുന്നത്.
വൈശാഖ് എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റേ ഇതില്ലേ പുലിമുരുകനില്ലാത്ത ആണോന്ന് എനിക്ക് അറിയില്ല. എക്സ്പെക്ടേഷൻ ലെവല് മോസ്റ്റ്ലി ഹൈ ആയിരിക്കും. പുലിമുരുകൻ ഇസ് ലൈക്ക് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പടമല്ലായിരുന്നു. പിന്നെ പുള്ളിയുടെ ലാസ്റ്റ് പടം എനിക്ക് തോന്നുന്നു മറ്റേ റോഷനൊക്കെ ഉള്ളൊരു പടം കണ്ട, റോഷൻ അന്നാബെന്നൊക്കെ ഉള്ളൊരു പടമില്ലായിരുന്നു. മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നു ആ പടമാണെന്ന് തോന്നുന്നു. പക്ഷെ ആ പടം പോലത്തെ ഉള്ളൊരു നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നൊന്നും ശ്രദ്ധിക്കണം, ഒട്ടും കൺസിഡറേറ്റ് അല്ലാത്ത ആൾക്കാരാണ്. അപ്പം നിങ്ങൾ ഞങ്ങൾ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് പിന്നെ എനിക്ക് ബിന്ദു പണിക്കറുടെ റോൾ ഇഷ്ടപ്പെട്ടു. ബിന്ദു പണിക്കർ ഇങ്ങനത്തെ മുന്നത്തെ മൂവീസിലൊക്കെ ചെയ്തിട്ടുണ്ട്, ബട്ട് ബിന്ദു പണിക്കർ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ ഹൈ തരുന്ന ഒരു റോളാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഫീച്ചറിങ് ഷോൺ തല മാത്രം, പിന്നെ കുറച്ച് നടക്കും, കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തത്. പിന്നെ ആരാ, പിന്നെ എനിക്ക് ആ പെൺകുട്ടിയുടെ പേര് എനിക്കറിയില്ല. മറ്റേ ഫഹദ് ഫാസിലിന്റെ ഒരു ഫീൽ ഗുഡ് മൂവി കഴിഞ്ഞിടയ്ക്ക് ഇപ്പൊ ഇറങ്ങിയായിരുന്നല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മറ്റേ എന്താ, നീ എന്ത് വന്നാലും നീ അവനെ കെട്ടല്ലേ, ഇവിടെ 10 മിനിറ്റ് എനിക്ക് നിന്നെ അറിയുള്ളൂ, പക്ഷെ എന്ത് വന്നാലും നീ അവനെ കെട്ടല്ലെന്നൊക്കെ പറഞ്ഞ സീൻ, റെസ്റ്റോറൻറ്റ് സീനൊക്കെ ഉള്ള ഒരു പടം. പക്ഷെ നല്ലൊരു മെസ്സേജ് അല്ലായിരുന്നു ആ പടത്തിൽ കൊടുത്തത്. ഫഹദ് ഫാസിൽ ഉമ്മച്ചി അല്ലേ, അങ്ങനത്തെ എന്തോ ഒരു സീൻ. അടുത്തത് ഞങ്ങൾ ടെർബോയ്ക്ക് വേണ്ടി വലിയ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ട്രെയിലർ മുമ്പോട്ട് കണ്ടായിരുന്നു. ഇറ്റ് ഈസ് വൺ ഹെൽ ഓഫ് എൻ ആക്ഷൻ മൂവി ലൈക്ക് ഭീഷ്മ പർവം. സത്യം പറഞ്ഞാല് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ബിഗ് ബിയുടെ മറ്റേ മോഡേൺ വേർഷൻ ആയിരിക്കും ഇത്. ബിഗ് ബി കഴിഞ്ഞിട്ട് വന്ന എല്ലാ ടെക്നോളജീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പക്ഷെ ഐ ഫീൽ ലൈക്ക് ആ ട്രെയിലറിൻ്റെ അകത്ത് കണ്ട സ്റ്റണ്ടൊക്കെ വെച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഭീഷ്മപർവത്തിനേക്കാൾ അകത്ത് ചെയ്തതിനേക്കാളും കൂടുതൽ എഫേർട്ട് ഇട്ട് പുള്ളി ഇതിൻ്റെ അകത്ത് സ്റ്റണ്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ട്രെയിലർ കണ്ടിട്ടാണ്, സിനിമ കണ്ടിട്ട് നമ്മൾ എന്തായാലും പറയുന്നതായിരിക്കും. അതെ, ട്രെയിലർ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു ജോണർ, ഒരു സ്റ്റണ്ട് പ്ലസ് മാസ് എന്ന് വെച്ചാൽ ഹൈ, ലൈക്ക് നോട്ട് ലൈക്ക് ലൂസിഫർ മാസ്, പക്ഷെ ബട്ട് ഫാമിലി കൈൻഡ് ഓഫ് ഇൻവോൾവ്മെന്റ് ഒക്കെ ഉള്ള ഒരു മൂവി ആണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ എക്സാക്ട് വാട്ട് ജോണർ ഇറ്റ് കുഡ് ബി ഇൻക്ലൂഡഡ് അല്ലേ. ആൻഡ് അപ്പിയറൻസ് വൈസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് പുള്ളിയുടെ ഹെയർ കട്ടൊക്കെ എനിക്ക് ഇഷ്ടം. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഹെയർ കട്ടാണ്, പക്ഷെ മമ്മൂട്ടിക്ക് അത് ചേരുന്നുണ്ട്. അതെ, എല്ലാം അങ്ങ് ചേരും. അപ്പം അതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഹെയർ കട്ട്, പക്ഷെ നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ പുള്ളിക്ക്. പിന്നെ മറ്റേ ശബരീഷ് ഒക്കെ ഉണ്ട്. മറ്റേ അത് തന്നെ ആ പുള്ളി. പിന്നെ വേറൊരു ശബരീഷ് കൊറേ നാളായല്ലോ ഒരു പടത്തിൽ അഭിനയിച്ചിട്ട്, കൊറേ നാളായി കണ്ടിട്ട്. പിന്നെ പുഷ്പയ്ക്കകത്തുള്ള ആളാണോന്നും എനിക്കറിയത്തില്ല. അതിൻ്റെ അകത്തൊരു ഇടയ്ക്ക് വെച്ചൊരു കോട്ടൊക്കെ ഇട്ടൊരു വില്ലൻ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയും ഭയങ്കര പണ്ടത്തെ ഒരു കോമഡി നടനായിരുന്നു പുള്ളി. ഈ പുഷ്പയ്ക്കകത്തുള്ള ആള് തന്നെയാണ്. പുഷ്പയ്ക്കകത്തുള്ള ഒരു പോലീസ്, തമിഴല്ല, തെലുങ്കോ കന്നഡയോ ആണെന്ന് തോന്നുന്നു. പുള്ളി ഒരു കോമഡി നടനായിരുന്നു. പക്ഷെ പിന്നെ പുള്ളി ഇപ്പം ഇവോൾവ് ചെയ്ത് ഇപ്പോൾ ഒരു ഭയങ്കര വില്ലൻ ഇതിൻ്റെ അകത്തോട്ടൊക്കെ വന്നിരുന്ന ഒരാളാണ്. പക്ഷെ നല്ല പുള്ളിയും നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് സിനിമയ്ക്കകത്ത്. അപ്പം ഇതിൻ്റെ അകത്തും എനിക്ക് പുള്ളിക്ക് ഒത്തിരി എക്സ്പെക്ടേഷൻ ഉണ്ട്. പിന്നെ വേറൊരാള് നമ്മൾ കണ്ടതാരായിരുന്നു, മറ്റേ ചന്ദ്രചൂഡ, മറ്റേ ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആ പാട്ട് അതിൻ്റെ അകത്ത് ആളും ഉണ്ട്. ഇതിൻ്റെ അകത്ത് പുള്ളിയും ഓപ്പോസിറ്റ് മമ്മൂട്ടി ആണെന്നാണ് തോന്നുന്നത്. വില്ലനാണ് തോന്നുന്നു, വൺ ഓഫ് ദ വില്ലൻസ് ആണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. എന്നാ റിലീസ്? May 23rd. ഓ മാൻ, ലൈക്ക് ഇൻ എ വീക്ക്. അതെ, സൂൺ. അപ്പോൾ നിങ്ങൾ എന്തായാലും പ്രതീക്ഷിച്ചോ, ഞങ്ങൾ എന്തായാലും വീക്കെൻഡിൽ പോയി പടം കാണുന്നതായിരിക്കും. എന്നിട്ട് ഞങ്ങൾ റിവ്യൂ ഇടുന്നതായിരിക്കും. വീക്ക് ഡേ ആണെന്ന് തോന്നുന്നു പടം റിലീസ് ചെയ്താൽ പോയില്ല, വീക്കെൻഡിൽ പോയി മാത്രമേ കാണുള്ളൂ. മിക്കവാറും തിയേറ്ററുകാർ ഒറ്റയ്ക്ക് ഇരുന്ന് പടം ഓടിക്കുന്നത്. ഞങ്ങളാണ് ഇവിടെ എല്ലാ പടങ്ങളും പോയി കാണുന്നത്. അറ്റൻഡൻസ് ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ, രജിസ്റ്റർ എല്ലാവർക്കും ഞങ്ങൾക്ക് പരിചയം. അതെ, ഞങ്ങള് ശ്യാമയുടെ കല്യാണമൊക്കെ ഇപ്പൊ വിളിക്കുന്നുണ്ട്. അവർ അത്രയ്ക്ക് പരിചയം ഞങ്ങൾക്ക് ഇപ്പൊ തിയേറ്ററിലുള്ള മനുഷ്യരെ. സോ നമ്മൾ പോയി വീക്കെൻഡിൽ പോയി കാണും ആൻഡ് എക്സ്പെക്ട് എ റിവ്യൂ. പ്ലസ് വി ആർ വെയിറ്റിംഗ് ഫോർ
ടെർബോ മൂവി. ഞാനൊരു ആക്ഷൻ മൂവി ഫാൻ അല്ല, ബട്ട് എനിക്കിത് കാണുമ്പോൾ, ഈ ട്രെയിലർ കാണുമ്പോൾ വി ഫീൽ ലൈക്ക് വാച്ചിങ് ഇറ്റ്. കാരണം ഇതിനകത്ത് കുറേ ഇമോഷണൽ സൈഡ് ഉണ്ടെന്ന്, സിൻസ് ഫാമിലീസ് ആർ ഇൻവോൾവ് ഇൻ ഓൾ, സോ ഇമോഷണൽ സൈഡ് ഉണ്ട് എന്നൊക്കെ. ബട്ട് വി ഡോണ്ട് ഫീൽ ലൈക്ക് ഒരു എന്താ ഒരു ലവ് കൈൻഡ് ഓഫ് സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദർ ഇസ് നോ മച്ച്. മെയിൻലി ഫോക്കസ് മമ്മൂട്ടിയാന്ന് തോന്നുന്നു, മമ്മൂട്ടിയുടെ ക്യാരക്ടറാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഈ പ്രായത്തിലും പുള്ളി ഈ ചെയ്യുന്നൊക്കെ കണ്ട എന്റെ പിന്നെ ഇപ്പൊ എനിക്ക് കയ്യും കാലും അപ്പോഴാണ് പുള്ളി എന്ത് വലിയ വലിയ അലൂമിനിയം പൈപ്പൊക്കെ എടുത്ത് ഇടിക്കാനൊക്കെ പോകുന്നത് ഡൂപ്പില്ലാതെ. ഹൗ ആർ യു ഡൂയിങ് ദാറ്റ്? അതൊക്കെ ഒരു അതിശയം ഉളവാക്കുന്ന കുറച്ച് കാര്യങ്ങളില്ല. ഇപ്പം മൂവിയൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും കണ്ണും തള്ളിയിരിക്കുന്ന അവസ്ഥയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈവൻ ദിസ് ഈസ് എൻ അസെറ്റ്, നോ, ഹീ ഈസ് എൻ അസെറ്റ്. So yeah, എന്തായാലും നമ്മൾ ഭയങ്കരമായി we are looking forward to watch that movie. You guys should also watch at your near theaters. അത്രേ ഉള്ളൂ guys. So this is ജോഷ് സ്റ്റോറീസ് signing off. Bye. My expectation level high ആയിരിക്കും. അതെ